ഹായ്, ഇന്ന് വളരെ ടേസ്റ്റിയിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടിയും ബീഫും ഒക്കെ കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇത്രയും കൂടെയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ആ ഒരു തിക്നെസ്സിൽ നമുക്കൊന്ന് റെഡിയാക്കി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കുക. അങ്ങനെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇഡലിത്തട്ടിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. ഫുള്ളാക്കണ്ട, ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഫില്ലിങ് ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ചധികം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെന്ത് റെഡിയായി കഴിഞ്ഞാൽ ഒന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.